അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആനിൽ നിങ്ങൾ നോക്കണേ, ആ ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്യണേ. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ ഓതാൻ അറിയുന്നവരാണ് നമ്മളിൽ പലരും. ഇരിക്കുന്നവരിൽ എല്ലാവർക്കും ഏകദേശമുള്ളവർക്ക് മുഴുവനും പടച്ചവന്റെ ഖുർആൻ ഓതാൻ അറിയാം. അറിയാത്തവനും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കേൾക്കുമല്ലോ. ആയത്തുകൾ ഓതി ഉസ്താദന്മാര് അർത്ഥം പറഞ്ഞു തരുന്നത് കേൾക്കുന്നവരാണ്. പടച്ചവനെ, ആരുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ എടുത്തു നോക്കിയാൽ ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ പ്രഭാഷണം കാണാം. എന്റെ പ്രിയപ്പെട്ടവരെ, വഅദുകൾക്ക് കുറവൊന്നുമില്ല. ഒരുപാട് വഅദിന്റെ സദസ്സുകളുണ്ട്. പള്ളിയിൽ ഉസ്താദന്മാര് പ്രസംഗിക്കുന്നുണ്ട്. എല്ലാവരും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് അർത്ഥം പറഞ്ഞു തരുമ്പോ പടച്ചവൻ ഇത് നമ്മളോടാണല്ലോ പറയുന്നത്, ഇത് അല്ലാഹുവിന്റെ കലാമാണല്ലോ പറയുന്നത്. പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് നമുക്ക് പാരായണം ചെയ്തിട്ട് അർത്ഥം പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നിസാരമാക്കുന്നവരാണ്. നമുക്കത് നിസാരമാണ്, നമ്മൾ അവഗണിക്കുകയാണ്. അതിന് പരിഗണന നൽകുന്നില്ല, അതിനൊരു സ്ഥാനം നൽകുന്നില്ല. ഉസ്താദന്മാർ അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയിട്ടാണ് ഇത് പറഞ്ഞു തരുന്നത്. ഇത് എനിക്ക് നന്നാകാനുള്ളതാണല്ലോ, ഇത് എനിക്ക് വേണ്ടിയാണല്ലോ എന്നുള്ള ചിന്ത നമ്മളിൽ പലർക്കുമില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഖുർആൻ ഓതുന്നവരാ, ഖുർആനിന്റെ അർത്ഥം പഠിച്ചവരാ, ഖുർആനിന്റെ അർത്ഥം അറിയുന്നവരാ, ഖുർആനിന്റെ അർത്ഥം കേൾക്കുന്നവരാ. പക്ഷേ പരിഗണിക്കാതെ വരുമ്പോ, അതിനെ അവഗണിക്കുമ്പോ, അതിനെ നിസാരമായി തള്ളിക്കളയുമ്പോ, ആ തള്ളിക്കളയുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്താ? ഒരു ഖുർആനിന്റെ ആയത്ത് ഓതിയിട്ട് അതിന്റെ അർത്ഥം ഉസ്താദന്മാര് പറഞ്ഞു തരുമ്പോ അത് കേട്ടിട്ട് നിസാരമായി തള്ളിക്കളയുന്ന ഉപ്പാ, നിനക്ക് അല്ലാഹു തരുന്ന ശിക്ഷ എന്താ? ഖുർആൻ ഓതാത്തവന്റെയല്ല, ഖുർആൻ പഠിക്കാത്തവന്റെയല്ല, പടച്ചവനെ നിസ്കരിക്കാത്തവന്റെയല്ല, അല്ലാഹുവേ സദഖ കൊടുക്കാത്തതല്ല, പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അതിനെ പരിഗണിക്കാത്തവരുണ്ടല്ലോ, അതിന് നൽകേണ്ട സ്ഥാനം നൽകാത്തവരുണ്ടല്ലോ, അതിനെ നിസാരമായി തള്ളിക്കളയുന്നവരുണ്ടല്ലോ, അവർക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്താ? നമ്മളെല്ലാവരും ഒരുപാട് ഖുർആനിന്റെ ആയത്തുകൾ കേട്ടവരാ. നമുക്ക് കുറച്ച് അർത്ഥം അറിയാം.